തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ഇന്ന് ക്രിസ്മസ്. സംസ്ഥാനത്തെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി ക്രൈസ്തവർ പാതിരാ കുർബാനയ്ക്കായി ഒത്തുചേർന്നു. അൾത്താരയിൽ ഉണ്ണിയേശുവിന്റെ രൂപം പുൽക്കൂട്ടിലെത്തിച്ച് പുരോഹിതർ ശുശ്രൂഷകൾ നടത്തി. തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ഇന്ന് ക്രിസ്മസ്. തലസ്ഥാനത്തെ എല്ലാ പ്രധാനപ്പെട്ട ക്രൈസ്തവ ദേവാലയങ്ങളിലും വിശ്വാസികൾ തിരുപ്പിറവി ആഘോഷിച്ചു. പുത്തൻ പ്രതീക്ഷകളുടെയും സമാധാനത്തിന്റെയും സന്ദേശം പങ്കുവച്ചാണ് ദേവാലയങ്ങളിൽ ക്രിസ്മസ് ശുശ്രൂഷകൾ നടന്നത്. സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശം ലോകം മുഴുവൻ പകർന്നു നൽകിയ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ദിനം ആഘോഷമാക്കുകയാണ് ഓരോ വിശ്വാസിയും. ക്രൈസ്തവ വിശ്വാസങ്ങൾക്കെതിരെ ആക്രമണം കൂടി വരുന്നതായി തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ പറഞ്ഞു. ക്രിസ്തുവിന്റെ തിരുപ്പിറവി ആഘോഷിക്കുമ്പോൾ നമുക്ക് ഏവർക്കും ലഭിക്കുന്നത് പ്രകാശത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശമാണ്. പലതരത്തിലുള്ള അന്ധകാരത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യർക്ക് ക്രിസ്തുവിന്റെ തിരുപ്പിറവി പ്രത്യാശയിലെ ആ ഒരു അനുഭവമാണ് പ്രദാനം ചെയ്യുന്നത്. നിരാശ നിമിത്തമുള്ള അന്ധകാരമാകാം, ഏകാന്തതയുടെയും ഒറ്റപ്പെടലിന്റെയും അവഗണനയുടെയും അന്ധകാരമാകാം, ജീവനും സ്വത്തിനും ഭീഷണിയേൽക്കുന്ന അകാരണമായ രീതിയിൽ ആക്രമിക്കപ്പെടുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം. പല കാരണങ്ങളാൽ കൂരിരുട്ടിന്റെ കാൽവരിയിൽ കഴിയുന്നത് പോലുള്ള അന്ധകാരത്തിലായിരിക്കുന്ന അനുഭവങ്ങളിലൂടെ പോകുന്നവർക്കാണ് പ്രത്യാശയുടെ പതനം മഹത്തായ പ്രകാശം കാണുന്നതും അവരുടെ മേൽ ഒരു പുതിയ പ്രകാശം ഉദിച്ച് ഉയരുന്നതും. ഈ മഹത്തായ പ്രകാശവും പ്രത്യാശയും അതിന് നിദാനമായി നിൽക്കുന്നത് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു പുത്രൻ നമുക്കായി നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ള പ്രവചനമാണ്. സമാധാനം ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. ക്രിസ്തു ഹൃദയങ്ങളിലാണ് പിറക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന തിരുപ്പിറവി ചടങ്ങുകൾക്ക് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ കാർമ്മികത്വം വഹിച്ചു. ജനം, തിരുവനന്തപുരം.